നവി മുംബൈ കൊലപാതകം 11 മാസത്തിനു ശേഷം ചുരുളഴിഞ്ഞു. ഭർത്താവിനെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചു. ഭാര്യയും കാമുകനും അറസ്റ്റിൽ. നവി മുംബൈയിൽ 50-കാരനെ കാണാതായ സംഭവത്തിൽ 11 മാസങ്ങൾക്കു ശേഷം വഴിത്തിരിവ്. ഭർത്താവിനെ കൊലപ്പെടുത്തി മൃതദേഹം 3 കഷ്ണങ്ങളാക്കി വനപ്രദേശത്ത് ഉപേക്ഷിച്ച കേസിൽ ഭാര്യയും കാമുകനും അറസ്റ്റിൽ. നവി മുംബൈ സ്വദേശിയായ ബൽറാം കുശ്വാഹയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭാര്യ സുനിത കുശ്വാഹ, കാമുകനും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ രാഹുൽ പ്രജാപതി എന്നിവരെയാണ് റബാലെ MIDC പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. വീട്ടിലുണ്ടായ നിസ്സാര തർക്കത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ ആശ്രമത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ബൽറാം വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്താതിരുന്നതിനെ തുടർന്ന് ബൽറാമിന്റെ സഹോദരൻ നൽകിയ പരാതിയിലാണ് റബാലെ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഭാര്യ സുനിത ഭർത്താവിനെ കാണാതായ വിവരം പോലീസിൽ അറിയിച്ചിരുന്നില്ലെന്ന് കണ്ടെത്തി. ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യവും സംശയത്തിന് ഇടയാക്കി. ഇതിനിടെ സ്വന്തം വീട് വാടകയ്ക്ക് നൽകിയ ശേഷം ബന്ധുക്കളെയൊന്നും അറിയിക്കാതെ സുനിത മക്കൾക്കൊപ്പം ഖൻസോളിയിലേക്ക് മാറുകയും പ്രതിയായ രാഹുൽ പ്രജാപതിക്കൊപ്പം താമസം ആരംഭിക്കുകയും ചെയ്തിരുന്നു. മൊബൈൽ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സൈബർ അന്വേഷണത്തിലാണ് പ്രതികൾ തമ്മിലുള്ള നിരന്തര ആശയവിനിമയം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തങ്ങളുടെ അവിഹിത ബന്ധത്തിന് ബൽറാം തടസ്സമാകുമെന്ന് കണ്ടാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. 2025 ഓഗസ്റ്റ് 8 രാത്രി മക്കളെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് സുനിത കൊലപാതകം നടത്തിയത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബൽറാമിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം 3 കഷ്ണങ്ങളാക്കി മുറിച്ചു. തുടർന്ന് ബെഡ്ഷീറ്റിലും ചാക്കിലുമായി പൊതിഞ്ഞ് രാഹുലിന്റെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഗാവലിദേവ് വനപ്രദേശത്തെ വിവിധ ഇടങ്ങളിലായി ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പ്രതികൾ മൊഴി നൽകി. പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 103, 238 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജൂലൈ 17 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലപ്പെട്ട ബൽറാമിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായി ഗാവലിദേവ് വനപ്രദേശത്ത് പോലീസിന്റെ തെളിവെടുപ്പും തെരച്ചിലും ഊർജിതമാക്കി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.